റിപ്പോർട്ടർ ബ്രേക്കിംഗ്. മൂവാറ്റുപുഴ റേഞ്ചിലെ ഷാപ്പുകളുടെ വ്യാജ ലൈസൻസിന് എക്സൈസ് ഉദ്യോഗസ്ഥരും ഒത്തുകളിച്ചെന്ന സംശയം. മതിയായ തൊഴിലാളികൾ ഇല്ലെന്ന് പരാതി ലഭിച്ചപ്പോൾ മതിയായ തൊഴിലാളികൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന് വെൽഫെയർ ഫണ്ട് ഇൻസ്പെക്ടറുടെ റിപ്പോർട്ട് ലഭിച്ചെന്ന് എക്സൈസ് വിശദീകരണം നൽകി. എന്നാൽ അത്തരമൊരു റിപ്പോർട്ട് നൽകിയിട്ടില്ലെന്നാണ് വെൽഫെയർ ഫണ്ട് ഓഫീസർ റിപ്പോർട്ടറിനോട് പറഞ്ഞത്. കൊടുക്കുന്നത് അവർ തന്നെയാണ്. ഇവിടെ വെൽഫെയർ ഫണ്ട് ഇൻസ്പെക്ടർ എന്ന് പറയുമ്പോൾ ഓഫീസിൽ നിന്ന് തന്നെയല്ലേ കൊടുക്കണ്ടേ? അതെ അതെ അതെ. അങ്ങനെ അടുത്തിടെ ഒരു കത്തൊന്നും നമുക്ക് കൊടുത്തിട്ടില്ല. ഇല്ല അങ്ങനെ കൊടുത്തിട്ടില്ല. ഒരു കത്തും കൊടുത്തിട്ടില്ല. അപ്പൊ കൊടുക്കുന്നുണ്ടെങ്കിൽ സാറ് തന്നെയല്ലേ കൊടുക്കേണ്ടത്? അതിനിടയിൽ 6 മാസം സാറ് തന്നെയല്ലേ ഉണ്ടായിരുന്നത്? അതെ അതെ, ഇവിടെ ഞാൻ തന്നെയാണ്. ഇങ്ങനെ കത്തുകൾ നമ്മൾ മൂവാറ്റുപുഴയ്ക്ക് കൊടുത്തിട്ടില്ല. റാംഷ CP ഉണ്ട് വിശദാംശങ്ങൾ നൽകാൻ. റാംഷ, വെൽഫെയർ ഫണ്ട് ഓഫീസർ പറയുന്നു അങ്ങനെ ഒരു റിപ്പോർട്ട് കൊടുത്തിട്ടില്ലെന്ന്. പക്ഷേ അങ്ങനെ ഒരു റിപ്പോർട്ട് ലഭിച്ചെന്ന് പറഞ്ഞാണ് ഈ നീക്കങ്ങൾ നടത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൽ ഒരു ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണോ വ്യക്തമാവുന്നത്? തീർച്ചയായും സുധി, വ്യാജരേഖകൾ ചമച്ച് ഷാപ്പുകൾക്ക് ലൈസൻസ് നേടുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് പിന്നിൽ എക്സൈസ് ഉദ്യോഗസ്ഥരുടെ സഹായം കൂടി ഉണ്ടോ എന്ന സംശയത്തിന് ബലം നൽകുന്നതാണ് ഇപ്പോൾ ഈ നമ്മൾ പുറത്തുവിട്ട ശബ്ദരേഖ. അതിൽ ഈ വെൽഫെയർ ഇൻസ്പെക്ടർ കൃത്യമായി പറയുന്നുണ്ട്, അത്തരം ഒരു റിപ്പോർട്ടും താൻ എക്സൈസിന് നൽകിയിട്ടില്ല. എക്സൈസ് നേരത്തെ പറഞ്ഞിരുന്നത്, അതായത് എക്സൈസിന് നേരത്തെ ഒരു പരാതി ലഭിച്ചിരുന്നു. ആ പരാതിയുടെ പറഞ്ഞിരുന്നത് മതിയായ തൊഴിലാളികൾ ഈ ഷാപ്പുകളിൽ ഇല്ല എന്നതായിരുന്നു. അതായത് 5 തൊഴിലാളികൾ മിനിമം വേണം, ചെത്ത് തൊഴിലാളികൾ മിനിമം വേണം എന്നതാണ് ഒരു ഷാപ്പിന് ലൈസൻസ് കൊടുക്കാനുള്ള ബേസിക് ആയിട്ടുള്ള ഒരു ക്രൈറ്റീരിയ. പക്ഷേ അത് പാലിക്കപ്പെടുന്നില്ല. അത്തരത്തിൽ തൊഴിലാളികൾ ഇല്ല എന്ന പരാതി നേരത്തെ എക്സൈസിന് മുന്നിൽ എത്തിയിരുന്നു. ആ പരാതി ഉണ്ട് എന്നത് മാത്രമല്ല, എക്സൈസിന്റെ തന്നെ IBയുടെ ഒരു റിപ്പോർട്ട് കൂടി അത്തരത്തിലുണ്ട് എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതായത് ഈ മൂവാറ്റുപുഴ റേഞ്ചിന് കീഴിൽ മതിയായ ചെത്തു തൊഴിലാളികൾ ഇല്ല, ലൈസൻസ് പുതുക്കി നൽകുമ്പോൾ ഇക്കാര്യങ്ങൾ പരിശോധിക്കണം എന്നൊരു IB റിപ്പോർട്ട് കൂടി ഉണ്ട് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. പക്ഷേ ഇതിനെല്ലാം മറികടക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ വെൽഫെയർ ഇൻസ്പെക്ടറുടെ ഒരു റിപ്പോർട്ടുണ്ട്. മതിയായ തൊഴിലാളികൾ ഈ വെൽഫെയർ ഫണ്ട് ബോർഡിൽ, ക്ഷേമനിധി ബോർഡിൽ തുക അടക്കുന്നുണ്ട്, അതിൽ രജിസ്റ്റർ ചെയ്ത തൊഴിലാളികളുണ്ട് എന്ന ഒരു റിപ്പോർട്ട് വെൽഫെയർ ഇൻസ്പെക്ടർ തനിക്ക് നൽകിയിട്ടുണ്ട് എന്ന നിലയിൽ ഈ ചുമതലപ്പെട്ട ഉദ്യോഗസ്ഥൻ ഒരു റിപ്പോർട്ട് തയ്യാറാക്കി ഈ പറയുന്ന ജീവനക്കാരില്ല, അതായത് ചെത്തു തൊഴിലാളികളില്ല എന്ന ഒരു പരാതിയെ മറികടന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത്തരത്തിലാണ് ഈ പരാതിയെ മറികടന്നുകൊണ്ട് ലൈസൻസ് നൽകിയിരിക്കുന്നത് എന്നത് കൂടിയാണ്. അതായത് ഇതിൽ കൃത്യമായി ഒരു ഗൂഢാലോചന നടന്നിട്ടുണ്ട്, ഒരു അഴിമതി നടന്നിട്ടുണ്ട് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. ആ നിലയിൽ തന്നെയാണ് എക്സൈസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും ഒരു ഇടപെടൽ നടന്നിരിക്കുന്നത്. അങ്ങനെ മതിയായ ജീവനക്കാരില്ലാതെ, ചെത്തു തൊഴിലാളികളില്ലാതെ ഒരു ഷാപ്പിന് ഒരു കാരണവശാലും ഇത്തരത്തിൽ ലൈസൻസ് ലഭ്യമാക്കാൻ കഴിയില്ല. അത് മറികടക്കാൻ, ആ നിയമപരമായ പ്രശ്നം മറികടക്കാനാണ് ഇത്തരത്തിൽ ഇല്ലാത്ത റിപ്പോർട്ട് ഉണ്ട് എന്ന് കാണിച്ചുകൊണ്ട് ഒരു ലൈസൻസുകൾ നൽകിയിരിക്കുന്നത് എന്നതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വ്യക്തമായും ഈ വെൽഫെയർ ഫണ്ട് ഇൻസ്പെക്ടർ തന്നെ ഇത്തരത്തിൽ നമ്മളോട് വ്യക്തമാക്കുകയും ചെയ്യുന്നു. അത്തരത്തിൽ ഒരു റിപ്പോർട്ടും കഴിഞ്ഞ നവംബർ മാസമാണ് ഈ പരാതി ഉയർന്നത്. അതിനുശേഷം ഇങ്ങോട്ട് ഒരു 6-7 മാസത്തിനിടയിൽ ഒരു തരത്തിലും ഈ കാര്യങ്ങൾ ചോദിച്ച് തനിക്കൊരു കത്ത് ലഭിക്കുകയോ അങ്ങനെ ഒരു മറുപടി താൻ നൽകുകയോ ചെയ്തിട്ടില്ല എന്ന് വ്യക്തമായും ഈ വെൽഫെയർ ഫണ്ട് ഇൻസ്പെക്ടർ നമ്മളോട് പറയുകയും ചെയ്യുന്നുണ്ട്. അതിനർത്ഥം ഇതിൽ കൃത്യമായ എന്തോ ഒരു ഗൂഢാലോചന നടന്നിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ എക്സൈസ് ഉദ്യോഗസ്ഥർ, ബന്ധപ്പെട്ട ആളുകൾ ഇതിന് ലൈസൻസ് നൽകുകയും ചെയ്തിട്ടുള്ളത് എന്നതാണ്. ശ്രുതി, ശരി. മൂവാറ്റുപുഴ റേഞ്ചിലെ ഷാപ്പുകളുടെ വ്യാജ ലൈസൻസിന് എക്സൈസ് ഉദ്യോഗസ്ഥരും ഒത്താശകൾ ചെയ്തു എന്നുള്ളത് സംശയമാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. വിവരങ്ങളാണ് റാംഷ CP നൽകിയത്.